ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനെ ഓഡിറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസും റൂൾസും ടൈം ലിമിറ്റ്സും ആണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സെക്ഷൻ 63. അപ്പം ഈ ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 63 എന്ന് പറയുന്നത്. സെക്ഷൻ 63-ലാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ ഷോർട്ടായി നമ്മൾ DCA എന്ന് പറഞ്ഞു. അപ്പം DCAനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് DCA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം DCAനെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ അല്ലെങ്കിൽ DCAനെ കുറിച്ചിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 63-ൽ പറയുന്നത്. ഇനി ആരാണ് DCA അപ്പോയിന്റ് ചെയ്യുക? ഗവൺമെന്റ് അപ്പോയിന്റ് വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്. DCAനെ അപ്പോയിന്റ് ചെയ്യുക ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ ഗവൺമെന്റ് DCAനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഒരു ജില്ലയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ വേണ്ടിയിട്ടല്ല, വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പം ഒരു സ്റ്റേറ്റിൽ മൊത്തം എന്ത് ചെയ്യുന്നു? ഒരു DCAനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും DCAനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പം ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് DCA ടു ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഈച്ച് ഇയർ. അപ്പം DCAന്റെ ഡ്യൂട്ടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് കുറഞ്ഞത് ഒരു വർഷം ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? DCAന്റെ ഡ്യൂട്ടിയാണ്. അപ്പം DCA ആണ് നോക്കേണ്ടത്. DCAന്റെ ഡ്യൂട്ടിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് കുറഞ്ഞത് ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും ഓഡിറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ ആ ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ള ഡ്യൂട്ടി ആരുടേതാണ്? DCAന്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഓഡിറ്റിംഗ് പഠിക്കുമ്പം ആദ്യം മനസ്സിലാക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 63 എന്ന് പറയുന്നത്. സെക്ഷൻ 63-ൽ പറയുന്നത് DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിംഗ് ആണ്. ഈ DCAനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ ഏരിയ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ ഒരു DCA എന്നുള്ള രീതിയിലാണ് DCAനെ അപ്പോയിന്റ് ചെയ്യാം. Then section 64-ല് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA, പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിന്റെ സ്കോപ്പ്, പവർ, പ്രൊസീജിയർ ഇതൊക്കെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 എന്ന് പറയുന്നത്. സെക്ഷൻ 63-ലാണ് DCAനെ അപ്പോയിന്റ് ചെയ്യുക. സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ് DCAനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 63-ലാണ് ഈ ഓഡിറ്റിംഗിന്റെ സ്കോപ്പ്, DCAന്റെ പവർ, അതേപോലെ പ്രൊസീജിയർ ഫോർ ഓഡിറ്റിംഗ് ഒക്കെ പറയുന്ന സെക്ഷൻ 64-ആണ്. ഈ സെക്ഷൻ എന്താണ് പറയുന്നത് നോക്കാം. ഓഡിറ്റ് ഷാൾ ഇൻക്ലൂഡ് എക്സാമിനേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സെട്ര. അപ്പം ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? ക്യാഷ് ബാലൻസ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് എക്സാമിൻ ചെയ്യുക. സെക്യൂരിറ്റീസും അതേപോലെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുക? എക്സാമിൻ ചെയ്യുക എന്നുള്ളത് ഓഡിറ്റിംഗിന്റെ ഒരു ഭാഗമാണ്. Then for the purpose of audit, DCA or the person authorized by him have the following power. അപ്പം ഓഡിറ്റിങ്ങിന് വേണ്ടി അതോറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് DCA എന്ന് പറയുന്നത്. അപ്പം ഓഡിറ്റിങ്ങിന്റെ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള DCAയും അതേപോലെ DCA ഓതറൈസ് ചെയ്യുന്ന മറ്റ് ആൾക്കാർക്കും കുറച്ച് പവർ ഉണ്ടാവും. അപ്പം DCA അവർക്ക് ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പവർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ പവർ എന്തൊക്കെയാണ്? ഒന്ന്, at all reasonable time to access all the books of accounts, documents, all other relevant records, cash and other properties belonging to or in the custody of the society. എന്താ, എല്ലാ സമയത്തും ഓഡിറ്റിംഗ് പേർപ്പസിന് വേണ്ടി എല്ലാ സമയത്തും എന്ത് ചെയ്യുക? കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ ആ സൊസൈറ്റീൻ്റെ കസ്റ്റഡിയിലുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ക്യാഷ് ബാലൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ആക്സസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? DCAക്കും അതേപോലെ DCA ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺസിനുമുണ്ട്. സച്ച് അതർ പവർ ആസ് മേ ബി പ്രസ്. ഇത് മാത്രമല്ല, വേറെ എന്തെങ്കിലും പവർ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പവറും കൂടി ആർക്കുണ്ടാവും? DCAക്ക് ഉണ്ടാവും. അപ്പം DCAയും അതേപോലെ DCA ഓതറൈസ് ചെയ്യുന്ന ഓഡിറ്റിങ്ങിന് വേണ്ടി ഓതറൈസ് ചെയ്യുന്ന മറ്റു ആൾക്കാർക്കും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കസ്റ്റഡിയിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റും അതേപോലെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64. സെക്ഷൻ 64-ലാണ് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, DCAന്റെ പവർ,
അതേപോലെ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 എന്ന് പറയുന്നത്. ദെൻ ടൈം ലിമിറ്റ് റിലേറ്റിംഗ് ടു ഓഡിറ്റ്. ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ്സ് എന്തൊക്കെയാണ്? ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ ടൈം ലിമിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്ഷൻ 63 നമ്മൾ DCA പറഞ്ഞു, സെക്ഷൻ 64 നമ്മൾ DCA പവർ പറഞ്ഞു, സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദി അക്കൗണ്ട്സ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിത്തിൻ 6 months ഫ്രം ദി ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. അപ്പം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത്, അപ്പം നമ്മൾക്കറിയാം ഒരു ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ടാണ് അല്ലെ. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടാണ് ഓഡിറ്റിംഗ് തുടങ്ങുക. എല്ലാം ചെയ്തതൊക്കെ ശരിയാണോ നോക്കുക. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റിംഗ് നമ്മൾ എപ്പം കംപ്ലീറ്റ് ആക്കിയിരിക്കണം? The accounts of every society shall be audited. അത് ഓഡിറ്റ് ചെയ്തിരിക്കണം വിത്തിൻ 6 months ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നാണ് ഫസ്റ്റ് ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞത്. വിത്തിൻ 6 months ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റിംഗ് എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ. ഇത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത്. സെക്ഷൻ 63 സബ്സെക്ഷൻ 4 പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റിങ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത്. Financial statement and all other details required for completion of audit shall prepared by the chief executive within 1 month of the close of financial year. അപ്പം ഇവിടെ ചീഫ് എക്സിക്യൂട്ടീവ് നമുക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടി ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ആവശ്യമാണ്. അപ്പം ഈ പറയുന്ന ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റും ആര് പ്രിപ്പയർ ചെയ്യുന്ന? ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതേപോലെ മറ്റു ഡീറ്റെയിൽസും അടങ്ങിയ ഫയൽ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് അത് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ആൻഡ് സബ്മിറ്റ് ഇറ്റ് ബിഫോർ ദി മാനേജിംഗ് കമ്മിറ്റി. അപ്പം ഇവിടെ അടുത്ത് പറഞ്ഞ ടൈമിൽ ഇത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 4. ഇവിടെ നമ്മൾ സെക്ഷൻ 63 സബ്സെക്ഷൻ 4 ആണ് പറഞ്ഞത്. ഇവിടെ സെക്ഷൻ 64 സബ്സെക്ഷൻ 4 പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും മറ്റു ഡോക്യുമെന്റ്സും ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഇപ്പം മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഏപ്രിൽ ലാസ്റ്റിനുള്ളിൽ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും മറ്റു ഡോക്യുമെന്റും ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്ത് അത് മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഇത് പറയുന്ന സെക്ഷൻ 64(4) ഇനി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി സബ്മിറ്റ് ഇറ്റ് ബിഫോർ ദി ഓഡിറ്റർ. അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം? ഓഡിറ്റർക്ക് കൊടുക്കണം. ഓഡിറ്റർ ആണല്ലോ എല്ലാ കാര്യവും ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തു? എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ആർക്ക്? മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്തു. അത് സെക്ഷൻ 64(4) പ്രകാരം. അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം? അത് മാനേജിംഗ് കമ്മിറ്റിക്ക് അത് കിട്ടി 1 മാസത്തിനുള്ളിൽ തന്നെ ടൈം ലിമിറ്റ് ഓർത്തിരിക്കുക. മാനേജിംഗ് കമ്മിറ്റിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് 1 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തു. ആ മാനേജിംഗ് കമ്മിറ്റിക്ക് അത് കിട്ടിയിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റി ഇത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം. ഫ്രം ദി ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്. മാനേജിംഗ് കമ്മിറ്റിക്ക് എപ്പോഴാണോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുക, മാനേജിംഗ് കമ്മിറ്റിക്ക് എപ്പോഴാണോ ചീഫ് എക്സിക്യൂട്ടീവ് ഇത് സബ്മിറ്റ് ചെയ്യുക, ആ മാനേജിംഗ് കമ്മിറ്റിക്ക് അത് കിട്ടി 1 മാസത്തിനുള്ളിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റി അത് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 4A എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത്. അടുത്ത ടൈം ലിമിറ്റ് നമ്മൾ പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് ഓഡിറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തിരിക്കണം?
ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്നിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് അത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64(4). ഇനി അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് മാനേജിംഗ് കമ്മിറ്റി അത് കിട്ടി എപ്പോഴാണോ മാനേജിംഗ് കമ്മിറ്റിക്ക് അത് കിട്ടുക, അത് കിട്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റി അത് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 4A എന്ന് പറയുന്നത്. ദെൻ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 63 പ്രകാരമാണ്. ഓഡിറ്റർ അപ്പോയിന്റ് വേണ്ട സെക്ഷൻ 63 ഷാൽ കംപ്ലീറ്റ് ദി ഓഡിറ്റ് വിത്തിൻ 4 months ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. അപ്പം ഓഡിറ്റർക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കിട്ടി. മാനേജിംഗ് കമ്മിറ്റി എല്ലാ സ്റ്റേറ്റ്മെന്റും ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് കിട്ടി 4 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. മാനേജിംഗ് കമ്മിറ്റി സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് മാനേജിംഗ് കമ്മിറ്റി എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഓഡിറ്റർക്ക് ഒരു മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തു. അപ്പം ഓഡിറ്റർക്ക് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടി 4 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു DCA. അപ്പോൾ ഓഡിറ്റർ ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? DCAക്ക് കൊടുക്കണം. DCA ആണ് ഓഡിറ്റിംഗിന്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ DCAക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ആണ് പറയുന്നത്. ഓഡിറ്റിംഗ് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും മാനേജിംഗ് കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓഡിറ്റർക്ക് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടി 4 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 5. അത് മാത്രം പോരാ, ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം പോരാ, ആ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഓഡിറ്റർ ആർക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം? DCAക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. Then within 3 months from the date of receipt of audit report. അപ്പം DCAക്ക് എന്ത് കിട്ടി? ഓഡിറ്റർ DCAക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിനുള്ളിൽ തന്നെ DCA എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് ആ കൺസേൺ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കണം. അപ്പം ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 4 മാസമാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റർ DCAക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട് കൊടുത്തു. ഓഡിറ്റിംഗ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിനുള്ളിൽ തന്നെ DCA എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് ആ കൺസേൺ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64B സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ് ആണ്. ഫസ്റ്റ് എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റിംഗ് ചെയ്തിരിക്കണം. അത് പറയുന്ന സെക്ഷൻ 63 സബ്സെക്ഷൻ 4 ആണ്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും മറ്റു ഡോക്യുമെന്റ്സും ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 4. ഇനി മാനേജിംഗ് കമ്മിറ്റിക്ക് അത് കിട്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റി ഇത് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? കൺസേൺഡ് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ഓഡിറ്റർക്ക് ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം കിട്ടി 4 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇനി ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഓഡിറ്റർ 4 മാസത്തിനുള്ളിൽ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഓഡിറ്റർക്ക് DCAക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി DCAക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട് കിട്ടി. ഇനി DCA എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിനുള്ളിൽ തന്നെ DCA ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് ആ കൺസേൺ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ it has been obligatory for an auditor to submit the report within 1 month from the date of completion of audit of the society even though no penalty has been laid on. അപ്പം ഇത് ഒരു ഓഡിറ്ററിന്റെ കമ്പൽസറി ആയിട്ടുള്ള ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു കടമ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഓഡിറ്റ് എല്ലാ സ്റ്റേറ്റ്മെന്റും കിട്ടി 4 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റിംഗ് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ റിപ്പോർട്ട് കൊടുക്കാണ്ട് നിൽക്കാൻ പാടില്ല.
ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റിംഗ് റിപ്പോർട്ട് DCAക്ക് സബ്മിറ്റ് ചെയ്യണം. അത് പെനാൽറ്റി ഇല്ലാണ്ട് ആണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുക. ഇനി ഓഡിറ്റർക്ക് പെനാൽറ്റി ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു മാസം കഴിഞ്ഞും റിപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ ആർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം, DCAക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. DCA shall publish the panel of auditors on designation basis as per class and type of society within 60 days from the close of financial year. അപ്പോൾ അടുത്തൊരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് DCA എന്ത് ചെയ്യും, DCAക്ക് ഓഡിറ്ററിനെ വേണം. അപ്പം ഓഡിറ്ററിന് വേണ്ടി ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ DCA എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ പാനൽ ഓഫ് അവരുടെ ക്വാളിഫിക്കേഷൻ, ടൈപ്പ് ഓഫ് സൊസൈറ്റി, അതേപോലെ ക്ലാസ് ഓഫ് സൊസൈറ്റി ഒക്കെ നോക്കി ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ ആര് പബ്ലിഷ് ചെയ്യും, ഈ DCA പബ്ലിഷ് ചെയ്യും. അപ്പോൾ DCA ആണ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യുക. അതിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 60 days ഫ്രം ദി ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 2 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, DCA ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യും. It shall be the duty of DCA in consultation with the registrar to revise, amend or update audit manual in every 5 years. അപ്പം ഓഡിറ്റ് മാനുവൽ അപ്ഡേറ്റ് ചെയ്യാനും അതേപോലെ അത് അമെൻഡ് ചെയ്യാനും റിവൈസ് ചെയ്യാനുമുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് DCA ആണ്. അപ്പോൾ ആരാണ് ഓഡിറ്റ് മാനുവൽ അപ്ഡേറ്റ് ചെയ്യുക, അമെൻഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ DCA ആണ്. DCA ആയിരിക്കും ഓഡിറ്റ് മാനുവൽ അമെൻഡ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും അതേപോലെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഫോർ എവറി 5 years, എല്ലാ 5 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം, ഓഡിറ്റ് മാനുവൽ അമെൻഡ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഓഡിറ്റ് മാനുവൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. DCA ആണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 5A എന്ന് പറയുന്നത്. Then important point to remember about audit. ഓഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്. Government shall by official gazette appoint a person to be director of cooperative audit DCA with the jurisdiction over the whole of the state. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. DCA എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ഏരിയ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി നമ്മൾ ഒരു DCAനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ഗസറ്റിലൂടെ നോട്ടിഫിക്കേഷനിലൂടെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും DCA എന്ന് പറയുന്നത്. Then it shall be the duty of the managing committee cost to audit the accounts of every society at least once in every year. അപ്പോൾ നമ്മൾ പറഞ്ഞു DCAന്റെ ഡ്യൂട്ടിയാണ് എല്ലാ വർഷവും ഓഡിറ്റിംഗ് കംപ്ലീറ്റ്, ഒരു വർഷം ഒരു ഓഡിറ്റിംഗ് എങ്കിലും ആ സൊസൈറ്റിയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് DCAന്റെ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ മാനേജിങ് കമ്മിറ്റിക്കും എന്തുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താ, അവര് സൊസൈറ്റി ഒരു വർഷം കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ഉത്തരവാദിത്തം ആർക്കും കൂടിയുണ്ട്, മാനേജിങ് കമ്മിറ്റിക്കും കൂടിയുണ്ട്. DCA ഷാൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. DCA എന്ന് പറയുന്നത് രജിസ്ട്രാറിന്റെ കൺട്രോളിലാണ്. രജിസ്ട്രാറിന്റെ കൺട്രോളിൽ വരുന്ന ഒരു വ്യക്തിയാണ് DCA എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 7 എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 63 സബ്സെക്ഷൻ 7 പറയുന്നത് DCA ഷാൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. Then it shall be the responsibility of the managing committee to conduct general body meeting or special general body meeting in order to appoint auditors from the panel approved by DCA. അപ്പം ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 2 മാസത്തിനുള്ളിൽ തന്നെ DCA ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്നും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജിംഗ് കമ്മിറ്റീൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് DCA പബ്ലിഷ് ചെയ്യുന്ന പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്നും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ജനറൽ ബോഡി മീറ്റിംഗോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗോ വിളിക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജിംഗ് കമ്മിറ്റീൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 12 എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 63 സബ്സെക്ഷൻ 12 പറയുന്നത് എന്താ, മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യും, ഒരു ജനറൽ ബോഡി മീറ്റിംഗോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗോ വിളിച്ച് അത് ആ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്നും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്.
Then it shall be the duty of managing committee of every society to ensure the accuracy of financial and other statutory report. അപ്പോൾ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യും മാനേജിംഗ് കമ്മിറ്റിക്ക്. മാനേജിംഗ് കമ്മിറ്റി ഇത് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് കമ്മിറ്റിക്കായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അപ്പം മാനേജിംഗ് കമ്മിറ്റി അത് കിട്ടിയ ആട് ഡയറക്റ്റ് ഓഡിറ്റർക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്തിരിക്കണം? മാനേജിംഗ് കമ്മിറ്റീൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഈ പറയുന്ന എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആക്യുറേറ്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളത്. അപ്പം മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം? ഈ ചീഫ് എക്സിക്യൂട്ടീവ് സെൻഡ് ചെയ്തിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവിൽ നിന്നും കിട്ടിയ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണോ എന്ന് മാനേജിംഗ് കമ്മിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. ദെൻ the amount of audit fee or cost of audit is fixed by DCA in accordance with the rule made. അപ്പം ഓഡിറ്റിംഗ് നടത്തുന്നതിന് ഓഡിറ്റർക്ക് എന്ത് ചെയ്യണം? ഒരു ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ ഫീ അല്ലെങ്കിൽ ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓഡിറ്റ് ഉണ്ടാവും. അപ്പം ഓരോ സൊസൈറ്റിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഫീ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഓരോ സൊസൈറ്റിക്കും എത്രയാണ് ഓഡിറ്റ് ഫീ എന്ന് ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? DC ആയിരിക്കും. അപ്പോൾ DC ആണ് തീരുമാനിക്കുക ഓരോ സൊസൈറ്റിനും ഓരോരോ ടൈപ്പ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഒന്ന്, ഹൗസിംഗ് സൊസൈറ്റിക്ക് ഒന്ന്, അതേപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള സൊസൈറ്റീസ് ഉണ്ട്. അപ്പം പലതരത്തിലുള്ള സൊസൈറ്റീൻ്റെയും ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓഡിറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ DC ആയിരിക്കും. DC ആണ് ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. Every cooperative society shall get its accounts audited at least once in each year by an auditor appointed by general body from panel prepared and approved by DCA. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കുറഞ്ഞത് ഒരു വർഷം കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ആരാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. അപ്പം ഓഡിറ്റേഴ്സിൻ്റെ ഒരു പാനൽ DCA പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പാനലിൽ നിന്നും അപ്പോയിന്റ് ചെയ്യുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ വിളിച്ച് അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. The DCA shall be an officer on deputation from the Indian Audit and Account Service. അപ്പം ഈ DCA എന്ന് പറയുന്ന ആൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഈ DCA എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടേഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടേഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കും ആര് എന്ന് പറയുന്നത്? DCA എന്ന് പറയുന്നത്. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ. അവർ ഏത് റാങ്കിലുള്ള ആളായിരിക്കണം? ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലോ അതിന് മുകളിലോ റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം DCA. നോട്ട് ബിലോ ദ റാങ്ക് ആണ്. അപ്പം ഒന്നുകിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലിൻ്റെ മുകളിൽ റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കണം DCA എന്ന് പറയുന്നത്. ഓർ ആൻ ഓഫീസർ ഫ്രം ദി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഏതെങ്കിലും ഓഫീസർ ആയാലും മതി. അപ്പം DCA എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടേഷനുള്ള ഒരു വ്യക്തിയായിരിക്കും. അതേപോലെ അവിടെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ. ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലിന്റെ റാങ്കിനേക്കാളും മുകളിൽ റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഒരു ഓഫീസർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. Then DCA shall be authority competent to prepare and maintain a list or panel of auditors. നമ്മൾ പറഞ്ഞു DCA ആണ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യുന്നത് ആര് തന്നെയാണ്? DCA ആണ്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 2 മാസത്തിന് അല്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? DCA പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് അല്ലെങ്കിൽ ലിസ്റ്റ് അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. If the general body fails to appoint auditors from the panel provided by DCA, DCA shall be competent to appoint auditors from the panel. എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു DCA ആണ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുക. അപ്പോൾ ആ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്ന് നമ്മൾ പറഞ്ഞു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ടാണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക.
അപ്പം ഈ പറയുന്ന ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ജനറൽ ബോഡിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ആ പാനലിൽ നിന്നും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ആരായിരിക്കും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം? ദെൻ കോമ്പറ്റന്റ് അതോറിറ്റി വിൽ ബി ദി DCA. അപ്പം ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ആ പാനലിൽ നിന്നും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അടുത്ത അതോറിറ്റി എന്ന് പറയുന്നത് DCA ആയിരിക്കും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. No auditors shall accept the audit of more than 30 societies. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു ഓഡിറ്റർക്ക് 30 സൊസൈറ്റീനേക്കാളും കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി 30 സൊസൈറ്റീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനേക്കാളും കൂടുതൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു ഓഡിറ്റർക്ക് 30 സൊസൈറ്റീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രമേ ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റൂ. അതിനേക്കാളും കൂടുതൽ സൊസൈറ്റീൻ്റെ ബുക്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. In a excluding societies having paid up a share capital of less than 1 lakh or working capital of 1 lakh. അപ്പം ഇത് പറഞ്ഞത് എന്താ, ഒരു ഓഡിറ്റർക്ക് 30 കോപ്പറേറ്റീവ് സൊസൈറ്റീനേക്കാളും 30 കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഓഡിറ്റിംഗ് ഒരു വർഷം ചെയ്യാൻ വേണ്ടി പറ്റില്ലോ എന്ന് പറഞ്ഞു. അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ആ സൊസൈറ്റീന്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും 1 ലക്ഷമോ അതിനേക്കാളും താഴെയോ ആണെങ്കിൽ, 1 ലക്ഷത്തിനേക്കാളും താഴെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ പെയ്ഡപ്പ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും എങ്കിൽ ഈ കാര്യം അതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ 31 ആവാം. എങ്ങനെയാണെങ്കിൽ ഒരു സൊസൈറ്റി അതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും 1 ലക്ഷത്തിനേക്കാളും കുറവാണെങ്കിൽ അത് അങ്ങനെയുള്ള സൊസൈറ്റീൻ്റെ എത്ര ഓഡിറ്റിംഗ് വേണമെങ്കിലും ഒരു ഓഡിറ്റർക്ക് ചെയ്യാം ഒരു ഫിനാൻഷ്യൽ ഇയർ. ഇവിടെ പറയുന്നത് ലിമിറ്റ് പറയുന്നുണ്ട്, ഒരു ഓഡിറ്റർക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ 30 സൊസൈറ്റീൻ്റെ ഓഡിറ്റിംഗ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ല മാറ്റാം. അതിൽ എക്സംഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലും അതേപോലെ വർക്കിംഗ് ക്യാപിറ്റലും 1 ലക്ഷത്തിനേക്കാൾ കുറവാണെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റീൻ്റെ എത്ര ഓഡിറ്റിംഗ് വേണമെങ്കിലും ഒരു ഓഡിറ്റർക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ ചെയ്യാം. If any doubt arise as to which categories a particular society is to be included for the purpose of calculation of audit fee, the matter shall be decided by the DCA. അപ്പം നമ്മൾ പറഞ്ഞു ഓരോ ടൈപ്പ് സൊസൈറ്റിക്കും ഓരോ എമൗണ്ട് ആണ് ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്. ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നതും DCA ആണ് ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, ഒരു പർട്ടിക്കുലർ സൊസൈറ്റി ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്, DCAക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നത് പല ടൈപ്പ് സൊസൈറ്റിക്കും പല ഓഡിറ്റ് ഫീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നത് ആരാണ്, DCA ആണ്. അപ്പം DCA അവർക്ക് എന്തെങ്കിലും ഒരു സംശയം വരികയാണ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരികയാണ്, ഒരു പെർട്ടിക്കുലർ സൊസൈറ്റി ഏത് ടൈപ്പിലാണ് വരിക, കൺസ്യൂമർ സൊസൈറ്റി ആണോ, ഹൗസിംഗ് സൊസൈറ്റി ആണോ, പ്രൈമറി സൊസൈറ്റി ആണോ എന്നുള്ളതിൽ എന്തെങ്കിലും ഏത് കാറ്റഗറിയിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മാറ്റർ ഡീൽ ചെയ്യുന്നത് DCA ആയിരിക്കും. The audit fee shall be calculated at the rate of 50 paise for every 100 rupee or value of sales or gross income as the case may be. അപ്പം നമ്മൾ പറഞ്ഞു ഓഡിറ്റ് ഫീ പറഞ്ഞു, DCA എന്ത് ചെയ്യും, ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഓഡിറ്റ് ഫീൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് 50 പൈസ എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ എല്ലാം എമൗണ്ട് ആണല്ലോ, സൊസൈറ്റിൻ്റെ കേസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എമൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പം 100 രൂപക്ക് 50 പൈസ എന്നുള്ള രീതിയിലാണ് ഓഡിറ്റിംഗ് ഫീ ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ സെയിൽസിൻ്റെതോ ഗ്രോസ് ഇൻകത്തിൻ്റെയോ കേസിലും ആയിരിക്കും. ഇങ്ങനെയാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുക, ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുക. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഓഡിറ്റ് ഫീ നമ്മൾ പറഞ്ഞു, ഓഡിറ്റ് ഫീ എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് സൊസൈറ്റിക്കും ഓരോ എമൗണ്ട് ആയിരിക്കും ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞു. അപ്പം ഓരോ ടൈപ്പ് സൊസൈറ്റിയും ഏതൊക്കെ ടൈപ്പ് സൊസൈറ്റിക്കാണ് ഓഡിറ്റ് ഫീ എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും, DCA ആയിരിക്കും ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുക. ഇതിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ് ആൻഡ് ഹൗസ് മോർഗേജ് ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീൻ്റെ കേസിലാണ്. ആ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ആരൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്,
പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ഹൗസിംഗ് സൊസൈറ്റിയും ഹൗസ് മോർഗേജ് ബാങ്കും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ പ്രൈമറി സൊസൈറ്റിയും ആരൊക്കെ? പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും അതേപോലെ ഹൗസിംഗ് സൊസൈറ്റിയും ഹൗസ് മോർഗേജ് ബാങ്കും ഇത് മൂന്നും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീൻ്റെ കേസിലും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസിലായിരിക്കും. ഇനി പ്രൈമറി നമ്മളിവിടെ 3 സൊസൈറ്റീനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ 3 സൊസൈറ്റീസ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള 3 സൊസൈറ്റീസ് ഏതൊക്കെ? പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ്, അതേപോലെ ഹൗസ് മോർഗേജ് ബാങ്ക്. ഈ 3 സൊസൈറ്റീൻ്റെ കേസിലും എത്രയാണ് ഓഡിറ്റ് ഫീ? എങ്ങനെയാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുക? ഓൺ എഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദി ഇയർ അണ്ടർ ഓഡിറ്റ്. അപ്പോൾ ഒരു വർഷം ആ ഓഡിറ്റ് ചെയ്ത ആ ഒരു വർഷം എത്രയാണ് ലോൺ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതേപോലെ എത്രയാണ് അത് റിയലൈസ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ബേസിലാണ് ഈ 3 കേസിലും നമ്മൾ എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. PCRDBൻ്റെയും ഹൗസിംഗ് സൊസൈറ്റീൻ്റെയും അതേപോലെ ഹൗസ് മോർഗേജ് ബാങ്കിൻ്റെയും കേസിൽ ആ ടോട്ടൽ ലോൺ ഇഷ്യൂ ചെയ്തതിൻ്റെയും അതേപോലെ ലോൺ റിയലൈസ് ചെയ്തതിൻ്റെയും എമൗണ്ടിലായിരിക്കും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുക. Then societies having credit and non-credit activities. ഒരു സൊസൈറ്റി അത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസും അതേപോലെ നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസും ഡീല് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സൊസൈറ്റി ക്രെഡിറ്റ് ആക്ടിവിറ്റിയും നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റിയും ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റീൻ്റെ കേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് ഹയർ. ഒന്നിക്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസിന്റെ ബേസിലായിരിക്കും. ഏതാണോ കൂടുതൽ അതായിരിക്കും നമ്മൾ ഈ കേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം. ഒന്നിക്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സ് മീൻസ് ടോട്ടൽ സെയിൽസ് എത്രയാണോ അതിൽ ഏതാണോ ഏറ്റവും കൂടിയ എമൗണ്ട് ആ കൂടിയ എമൗണ്ട് ആയിരിക്കും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം. Then societies dealing in goods except കയർ ആൻഡ് കൺസ്യൂമർ സൊസൈറ്റീസ്. അപ്പം ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റീസ് അത് ഏതിലൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്? കയർ സൊസൈറ്റിയെയും കൺസ്യൂമർ സൊസൈറ്റിയും ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റീൻ്റെയും കേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ എല്ലാ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന എല്ലാ സൊസൈറ്റിയും എക്സെപ്റ്റ് 2 സൊസൈറ്റീനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാ? കയർ സൊസൈറ്റിയും അതേപോലെ കൺസ്യൂമർ സൊസൈറ്റിയും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റീൻ്റെയും കേസിൽ സെയിൽസ് പ്രൊസീഡ്സിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസിലാണെങ്കിൽ ഓൺ പ്രൊസീഡ്സ് ഓഫ് കയർ സോൾഡ് ആൻഡ് കമ്മീഷൻ റിയലൈസ്ഡ് ഓൺ ഗുഡ്സ് സോൾഡ് ആസ് ഏജന്റ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആണെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു. ഇനി അതിൽ ഒഴിവാക്കിയിട്ടുണ്ട് കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീനെയും കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീനെയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കയർ ടോട്ടൽ കയർ സോൾഡ് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഏജന്റ് വഴിയാണ് അത് വിൽക്കുന്നതെങ്കിൽ നമ്മൾ കമ്മീഷനായിരിക്കും റിയലൈസ് ചെയ്യുക. അപ്പോൾ അത് രണ്ടിൻ്റെയും ബേസിലായിരിക്കും എന്ത് ചെയ്യുക? കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ പ്രൈമറി കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് എത്രയാണോ സാധനം വിറ്റിട്ടുള്ളത് സെയിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ആൻഡ് എപ്പെക്സ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോറും അപ്പെക്സ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ആണെങ്കിൽ ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് പ്രൊസീഡ്സ് വിച്ച് ഈസ് ഹയർ. അപ്പോൾ ഇതിൽ ഒന്നിക്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ് ടോട്ടൽ സെയിൽസ് അതിലേതാണോ കൂടുതൽ അതായിരിക്കും നമ്മൾ ഈ കേസിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസിൽ അല്ലെങ്കിൽ എപ്പെക്സ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസിൽ ഒന്നിക്കിൽ സെയിൽസ് പ്രൊസീഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അതിലേതാണോ ഹയർ ആയിട്ട് വരുന്നത് അതായിരിക്കും നമ്മൾ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം. ദെൻ ട്രാൻസ്പോർട്ട് സൊസൈറ്റീൻ്റെ കേസിൽ ഓൺ ഹയർ ചാർജ് കളക്റ്റഡ് ആൻഡ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾ. ഹയർ ചാർജ് കളക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അത് വിറ്റിട്ടുള്ള ടോട്ടൽ സെയിൽസ് എമൗണ്ട് ആവാം. അതിലേതാണോ കൂടുതൽ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് സൊസൈറ്റീൻ്റെ കേസിൽ ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം. Then farming societies which accept deposit and granting loans.
ഫാമിംഗ് സൊസൈറ്റീസ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ലോൺ ആക്സെപ്റ്റ് ചെയ്യുകയും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റി ആണെങ്കിൽ അവരുടെ കേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുക വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും. അപ്പോൾ ഫാമിംഗ് സൊസൈറ്റി ആണ്, അത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കേസിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്ത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് which accept deposit and can't ലോൺസ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. അപ്പം അതിനടുത്ത് പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ആണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അതേപോലെ ലോൺ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിൻ്റെ കേസിൽ എങ്ങനെയാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്? ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ്. അപ്പം ഡെപ്പോസിറ്റ് മെമ്പറിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതേപോലെ അവർക്ക് ലോൺ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കും അത്തരം സൊസൈറ്റീൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. ലാസ്റ്റ് വൺ അതർ സൊസൈറ്റീസ്. ഈ പറഞ്ഞ ഈ 10 സൊസൈറ്റീസ് കൂടാണ്ട് മറ്റ് സൊസൈറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ കേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത്തരം സൊസൈറ്റീൻ്റെ ഓഡിറ്റിംഗ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ഗ്രോസ് ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഗ്രോസ് ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു DCA ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഏത് ടൈപ്പ് സൊസൈറ്റി ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് ഫീ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ആരാണ് ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ DCA ആയിരിക്കും ഓഡിറ്റ് ഫീ ഫിക്സ് ചെയ്യുക. ഓരോ ടൈപ്പ് സൊസൈറ്റിക്കും ചിലപ്പം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ്, ലോൺ കൊടുത്തതും അതേപോലെ അത് റിയലൈസ് ചെയ്തതിൻ്റെയും ബേസിലായിരിക്കും, അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഓരോ ടൈപ്പ് സൊസൈറ്റിക്കും അതിൻ്റെ ഓഡിറ്റ് ഫീ എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്.